നമസ്തേ യൂട്യൂബ്, ഇറ്റ്സ് യുവർ ബോയ് JKR ഹിയർ. സോ ഇന്ന് നമ്മൾ അങ്ങനെ ട്രിവാൻഡ്രം പോവാം. ഇപ്പോൾ മോർണിംഗ് അറൗണ്ട് ഒരു 6:40 ആയിട്ടുണ്ട്. വെളുപ്പിന് 5 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ 5 മണി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞപ്പോൾ 7 മണിയായി. സോ അങ്ങനെ ഇരിക്കെ നമ്മൾ എന്താണ് ട്രിവാൻഡ്രം പോകാം. അപ്പോൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഡാഡി അവിടെ എന്തൊക്കെയോ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മളിന്ന് പോണത് ഷെവർലയുടെ ബീച്ചിനാണ്. എന്താണെങ്കിലും പോണ വഴിയുള്ള ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺഡ്. യെസ്, അങ്ങനെ നമ്മൾ കാറൊക്കെ എടുത്ത് ഒരാളെ പിക്ക് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം ആളും കൂടെ ഉണ്ടെങ്കിലേ പോയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഷെയ്ഡ്സ് എടുത്തിട്ട് എങ്ങനെയുണ്ട്, ഫുള്ളാവോ? ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂം ചെയ്ത് കഴിയുമ്പോഴത്തേനും രസം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സ്ഥലം കൂടി എങ്ങനെ ഇരിക്കണേന്ന് അറിയാൻ പാടില്ല. രസമുണ്ടോ നിങ്ങൾ തന്നെ പറ. എന്നിരുന്നാലും ഇപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു മൈക്ക് കൊടുത്ത് നോക്കാം, വ്ളോഗ് എടുക്കാൻ സമ്മതിക്കുമല്ലോ എന്നൊക്കെ നോക്കണം. അപ്പോൾ മൂപ്പനും കൂടെ വന്നിട്ട് ഇന്നത്തെ ബേസിക്കലി നമ്മുടെ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേനും ഞങ്ങളുടെ ഒരു കോൺവെർസേഷനാണ്. അതിനകത്ത് പല കാര്യങ്ങളും പറ്റും. വിൽസി മേളിലുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചതാണ്. ഇപ്പോൾ മൂപ്പരുടെ വീടിൻ്റെ അങ്ങോട്ട് ആദ്യമായിട്ട് കാർ ഇറക്കിയില്ല. അപ്പോൾ മേളിലുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചതാണ്. ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ഇറങ്ങുവാട്ടോ, മേളിയിട്ട് കയറി നോട്ടോ ഒന്ന്. പറ്റില്ല. സോ അങ്ങനെയൊക്കെ എൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഒന്ന് അടയ്ക്കാമരത്തെ കയറിയിട്ട് ഇതുകൊണ്ടോ ഇഞ്ചുറി ഉണങ്ങി തീർന്നു. അവിടെ എന്നിരുന്നാലും ടാറ്റു പോവോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഫൈനലി നീണ്ട 20 മിനിറ്റുകൾക്ക് ശേഷം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങേറെ ഭാര്യനെ കൊച്ചിനെ കൊണ്ടുപോകാൻ പോണവാ. എടോ നിങ്ങളുടെ ഭാര്യനെയും കൊച്ചിനെ കൊണ്ടുവരാൻ പോണല്ലേ? നിങ്ങൾ അതിന് ലേറ്റ് ആയിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഭയഭക്തി ബഹുമാനമുള്ള ആൾക്കാരാ. സോ ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. കൂളിംഗ് ക്ലാസ് എങ്ങനെയുണ്ട്? തരില്ല കേട്ടോ. ഒരു സെക്കൻഡ്, ഒരു മൈക്ക് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുക. പോകാനായിട്ട് തുടങ്ങുക, പോയിക്കൊണ്ടിരിക്കുക എന്നല്ല. ഞാൻ ബ്ലാക്കും അണ്ണൈ, ഇതാണ് ഞങ്ങളുടെ അണ്ണൈ. ഓക്കെ പീപ്പിൾ, യൂട്യൂബ്, ദിസ് ഇസ് അവർ അണ്ണൈ. ചിരിച്ച് ഏതാ സ്റ്റൈല്. അപ്പം ഞങ്ങൾ എന്താണേലും പോണ വഴിക്കുള്ള ബാക്കി കാര്യങ്ങളും ക്ലിപ്പിങ്സ് ഒക്കെ കാണിക്കാം. സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ പെട്രോൾ അടിക്കാൻ കയറിയിട്ട് പെട്രോൾ അടിക്കണ സൈഡ് മാറിപ്പോയി. അണ്ണയെ വലിയ കാര്യമായിട്ട് ചില്ലൊക്കെ താത്തി കഴിഞ്ഞാൽ അണ്ണയ്ക്ക് പറയാൻ പാടില്ല, ആർക്കും പറയാൻ പാടില്ല. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ പെട്രോൾ അടിച്ചിട്ട് പോകാനില്ല. 2000 ആ 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് അണ്ണ നോക്കണം. ക്രിക്ക് ബസ് ഒക്കെ എടുത്ത് നോക്കണ്ട്. അണ്ണേ ഈ വിലയേറിയ സമയത്ത് അണ്ണയുടെ അഭിപ്രായം രേഖപ്പെടുത്തും. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അതിനാ ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ, അണ്ണയുടെ ഒക്കെയാണ് പാട്ടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. ലാസ്റ്റ് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി കഴിഞ്ഞാൽ അണ്ണയ്ക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞത് വന്ന ഒരു യൂട്യൂബറെ അണ്ണൈ വെച്ച് ഉറപ്പിക്കില്ല എന്ന് പറയണത്. മുളയിലെ നുള്ളി കളയുന്ന അണ്ണയെ പറയണത്. അങ്ങനെ കാശ് കൊടുക്കുക പീപ്പിൾ. സോ അങ്ങനെ ഞങ്ങള് അറൗണ്ട് ഒരു 1 hour ഡ്രൈവ് കഴിഞ്ഞിട്ട് ഇപ്പം മണിമല എത്തിയിട്ടുണ്ട്. മണിമല എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ചായ കുടിക്കാനും പറഞ്ഞു ഇവിടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ കഴിക്കണം. ചായക്കടയുടെ വിഷ്വൽസ് കാണിച്ചു തരാം. അതുപോലെ ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള കാണാം. കറക്റ്റ് മണിമല സ്ഥലത്താണ്. മണിമല ജംഗ്ഷനാണെന്നോ അറിയാൻ പാടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ ടു 69 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് അറൗണ്ട് എങ്ങനെ വന്നാലും ഇനി ഒരു 30 കിലോമീറ്റേഴ്സ് അടുത്തും കൂടെ പോകേണ്ട വരുമായിരിക്കും. സോ നല്ല സൺകിസ് അടിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ബാക്കി വിശേഷങ്ങളൊന്നും പോണ വഴി. അങ്ങനെ ഞങ്ങൾ ഹോർലിക്സ് കുടിച്ചോണ്ടിരിക്കുക. അണ്ണയ്ക്ക് എന്നാ പറയാനുള്ളത്? ശീലാതാടി. ഞങ്ങൾക്കപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെ വന്നാലും ഒരു 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. എന്താണേലും പോണ വഴി ക്ലിപ്പിങ്സ് എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണയെ സഹകരിക്കില്ല, താല്പര്യമില്ല, വ്ളോഗ് എടുക്കാൻ സമ്മതിക്കില്ല. സോ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ കുത്തി നിറച്ചിട്ടേക്കാം. ഓക്കെ, സീ യു ഗൈസ് സൂൺ. അപ്പോൾ ഹോർലിക്സ് ചിയേഴ്സ്.
ഞങ്ങൾ ചായയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് കടയിൽ നിന്ന് ഇറങ്ങാണ്. ഞങ്ങൾ നിന്നത് മീനച്ചിലാറ്റിൻ്റെ ചൂട്ടിലാട്ടോ. പാം കൂളിംഗ് ഗ്ലാസ് എന്തി പോകല്. ഇപ്പം ഞങ്ങളിനി അധികം വൈകാണ്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചോണ്ട് പോവാ. എത്തണമല്ലോ ടൈമിനാ. അപ്പം ശരി, ബാക്കി അവിടെ ചെന്ന് കഴിഞ്ഞു. അങ്ങനെ നമ്മളിത് പുനലൂർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവാം, ബാക്കി യാത്ര തുടരാം എന്നുള്ളൊരു സ്കീമിൽ ഒരു ഹോട്ടലിൽ കയറാൻ പോവാണ്. അണ്ണയെ ഓടി അണ്ണയ്ക്ക് എന്നാ ഒന്നുമില്ല അവിടെ. സൂപ്പർ. അങ്ങനെ അത് മൂഞ്ചിയതായിട്ട് ഒഫീഷ്യലി അറിയിച്ചു കൊള്ളുന്നു. പോണ വഴിക്ക് അടുത്ത ഹോട്ടലുണ്ടോ ഒന്ന് നോക്കിയിട്ട്. എന്നാ നിങ്ങൾ ചോദിച്ചേ? രാവിലെ വന്നിട്ട് പൊറോട്ടയും ബീഫ് കറിയും ചോദിച്ചായിരിക്കും. എന്നാ പറഞ്ഞേ? ഒന്നും കഴിക്കാനായിട്ടില്ല എന്നാ. അപ്പം അൺഫോർച്ചുനേറ്റ്ലി പീപ്പിൾ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി കൊടുത്ത് ഫുഡില്ലാത്തതുകൊണ്ട് പോവാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത കടയുടെ ലൊക്കേഷൻ എത്തുമ്പോഴത്തേനും ബാക്കി. സോ അങ്ങനെ ഞങ്ങൾ ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവും കൂടെ കഴിഞ്ഞിട്ട് ചുടുകട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ഇവിടെ ഫുഡ് കഴിക്കാൻ കയറാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിരുന്നാലും ബാക്കി എന്താണേലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയാണ്. നമ്മളങ്ങനെ ഫുഡ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയിലാണ് കയറാൻ വന്നത്. നിയർ HP പമ്പ്. ഇത് കറക്റ്റായിട്ട് സ്ഥലം കരവാളൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. എന്താണേലും ബാക്കി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിന്ന് ദോശയും ചിക്കൻ കറിയും മേടിക്കാറുണ്ട്. അണ്ണേ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. കുഴപ്പമൊന്നുമില്ല. സാധാരണ മഞ്ഞേനെ വെച്ച് നോക്കുമ്പോഴത്തേനും അത്യാവശ്യം നല്ലതാണെന്ന് തന്നെയാണ്. ബാക്കി എന്താണേലും കഴിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അണ്ണേ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കുഴപ്പമില്ലായിരുന്നു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു എന്നാണ് ഇപ്പോഴും നിലവിലുള്ള. ഹെവിയാന്ന് ഞാൻ പറയില്ല. ഹെവിയാന്ന് പറയില്ല, കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അണ്ണയുടെ സ്റ്റാൻഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലി. സോ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ബാക്കി റൈഡ് തുടരാൻ പോവാണ്. അറൗണ്ട് ഒരു മണിക്കൂറില്ലേ? അറൗണ്ട് ഒരു മണിക്കൂർ അടുത്തുണ്ട്. ഇപ്പം മൈക്ക് വെച്ചാൽ ഒന്നും മിണ്ടാത്ത കേട്ടോ. അല്ലെങ്കിൽ വാ തോരാതെ സംസാരിക്കണം ചെയ്യാം. സോ ഇനി നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോണ്ട് പോകാൻ പോവാം. ബാക്കി നീ എപ്പോൾ കൊണ്ട് കുത്തിയാൻ കണ്ടില്ല.